ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് അവർ ചാനൽ ഡെയിലി വ്ലോഗ്സ് ബൈ കൃഷ്ണ. ഇന്ന് ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി ഹെയർ കെയർ ചെയ്തിട്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ദിവസമൊക്കെ ഞാൻ വീഡിയോ ഇടും കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ എടുത്ത് നാളെ ആയിരിക്കും അത് പോസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ ദിവസവും ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഹെയർ കെയറിൻ്റെ ദിവസമാണ്. ഇതൊരു ഒറ്റമൂലിയാണ് കേട്ടോ. ഈ ഒറ്റമൂലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലുള്ള താരൻ, അതേപോലെ എന്തെങ്കിലും ഇച്ചിങ്, ഇറിറ്റേഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ഒരു ടോട്ടൽ സൊല്യൂഷനാണ് ഈ ഒറ്റമൂലി. പിന്നെ അത് മാത്രമല്ല, ഹെൽത്തി ഹെയർ വളരാനായിട്ട്, പുതിയ മുടി കിളിർക്കാനായിട്ട്, അതേപോലെ നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ് മെച്ചപ്പെടാനായിട്ട്. നമ്മുടെ ഹെയർ കെരാറ്റിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഹെയറിൽ ഈ ഹെയറിൻ്റെ ഓരോ മുടിയുടെയും പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കെരാറ്റിനാണ്. അപ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് മുടി കേടുവരിക. അപ്പോൾ കെരാറ്റിൻ്റെ സംരക്ഷണത്തിനും ഈ ഒറ്റമൂലി നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവം എന്ന് ഞാൻ കാണിക്കാം. വേറെ ഒന്നുമല്ല കേട്ടോ, അതൊരു ജ്യൂസാണ്. എന്തിൻ്റെ എന്നറിയോ? വലിയുള്ളി ഇല്ലേ, നമ്മുടെ സവാള, നമ്മുടെ കറിക്കൊക്കെ യൂസ് ചെയ്യണേ, ആ ഉള്ളിയുടെ ജ്യൂസാണിത്. ഇതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഹെയറിന് എത്ര ജ്യൂസ് വേണോ അതിനനുസരിച്ച് ഉള്ളി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു വലിയ സവോളയുടെ ജ്യൂസാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ അടിച്ചത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച്, നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കാം. എന്നിട്ടൊരു തുണിയിൽ കെട്ടി പിഴിയുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ അരിപ്പയിലിട്ട് ഞെവിടി എടുത്തതാണ് കേട്ടോ ജ്യൂസ്. തുണിയിൽ കെട്ടി പിഴിയുകയാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ ജ്യൂസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ കെയർ ടിപ്പ് എന്ന് പറയുന്നത്. ഒറ്റമൂലി തന്നെ പറയാം. ഇത് ഓണിയൻ ജ്യൂസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിന്. ഇതിൽ ഉള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു വലിയ സവോള മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇതിനകത്തുള്ള ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടൻറ്റ് നമ്മുടെ ഹെയറിലുള്ള കൊളാജിൻ, ഹെയറിലുള്ളതല്ല, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന കൊളാജിൻ എന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഉള്ളിയുടെ നീര്. അപ്പോൾ ഉള്ളിയുടെ നീരിൽ അടങ്ങിയിരിക്കുന്ന സൾഫറാണ് കേട്ടോ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ, നിങ്ങൾക്കറിയാലോ, താരൻ എന്ന് പറയുന്നത് ഒരു ഫംഗൽ ഗ്രോത്ത് ആണ്. തലയിൽ ഉണ്ടാകുന്ന ഒരു തരം ഫംഗസ് ആണ് എന്ത് താരൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ട് കുറയ്ക്കല്ല, താരൻ ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും. താരനുള്ളവർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒരുപാട് താരനുള്ളവരാണെങ്കിൽ ഹോട്ട് ഓയിൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും ഒരു ടെയിൽ കോമ്പൊക്കെ വെച്ചിട്ട് അതൊന്ന് ഇങ്ങനെ കുത്തി കളഞ്ഞ് നന്നായിട്ട് കോമ്പ് ചെയ്ത് ഓയിൽ ചെയ്തതിന് ശേഷം ഈ ജ്യൂസും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഒരു 3-4 ദിവസം ഇത് ഒരുപാട് ഹെയറിനെ ഡ്രൈ ആക്കി ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ തവണ യൂസ് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തേച്ച് നോക്കൂ കേട്ടോ. ഇത് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തലയിൽ നന്നായിട്ട് ഓയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ ഇട്ടതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. എന്നാൽ ഞാൻ നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മസാജ് കൊടുത്തു, ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തു. ജസ്റ്റ് സ്കാൽപ്പിലും ഒന്ന് ഈ ഹെയറിൻ്റെ ടിപ്പിലും മാത്രമാണ് കാര്യമായിട്ട് ഞാൻ എണ്ണ തേച്ചിട്ടുള്ളത്. ഓയിൽ ഒരുപാട് ഓവറായിട്ട് വാരി തേക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചെറുതായിട്ട് തേച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഓയിൽ തേച്ച് അത് തലയിൽ വെച്ച് ഇങ്ങനെ നടക്കുന്നത്, പുറത്ത് പോകുമ്പോഴൊക്കെ വാഷ് ഔട്ട് ചെയ്യാണ്ട് പോകുന്നതൊക്കെ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക. എല്ലാവരുടെയും ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണ ഉണ്ട്, കുറേ ഓയിൽ തേച്ചാൽ മുടി പെട്ടെന്ന് വളരും. അതേപോലെ ഓയിൽ നന്നായിട്ട് തേച്ച് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കൂടും എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളവരുണ്ടാവും. എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ. ഞാനും ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കരുതി ഒരുപാട് എണ്ണയൊക്കെ തേച്ച് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പോകുമായിരുന്നു. പക്ഷേ അത് ഓയിൽ തേച്ച് നടക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അത് അത്ര വലിയ കുഴപ്പമില്ല. പക്ഷേ സ്കൂളിൽ പോകുന്നവർ, പുറത്ത് ജോലിക്ക് പോകുന്നവരൊക്കെ ആകുമ്പം, ഇപ്പോൾ ഒന്നാമത് ചൂട് കാലമാണ്, മാത്രമല്ല മൊത്തം ഡ്രൈ ആയിട്ടിരിക്കുന്ന കാലാവസ്ഥയാകുമ്പോൾ പൊടി മാറും നന്നായിട്ട്. വാഹനങ്ങളും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പൊടി പറക്കും നന്നായിട്ട്. അത് ഓയിൽ നമ്മളെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നടന്നാൽ നമുക്കറിയാം അവിടെ എത്രത്തോളം പൊടി പറ്റി പിടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഹെയറിലും. സ്കാൽപ്പിലേക്കുള്ള പൊടിയും ചളിയൊക്കെ ഒട്ടി പിടിക്കുകയാണ് ചെയ്യുക കൂടുതലായിട്ടും ഓയിൽ തേച്ച് പുറത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എപ്പോഴും നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു 10-20 മിനിറ്റ് മുന്നേ ഓയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. കുറച്ച് നേരം അത് തലയിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. നല്ലൊരു ഷാമ്പു യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും താളിയോ എന്തെങ്കിലും ഹെയർ പാക്കോ ഒക്കെ ഉപയോഗിച്ച്
അത് വാഷ് ചെയ്ത് കളയുക. അല്ലാത്ത പക്ഷം പുറത്തിറങ്ങാണ്ടിരിക്കുക, ഈ പൊടിയും ചളിയൊക്കെ ആവുന്ന സാഹചര്യങ്ങളിലേക്ക് പോവാണ്ടിരിക്കുക. അപ്പം അത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഹെയർ ഓയിലും കഴിഞ്ഞു. പിന്നെ വീക്കിലി വൺസ് ഞാൻ ഡീപ്പ് ഹെയർ ഓയിലും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തലയിൽ താരനൊക്കെ വരുന്ന സമയത്ത് ഹോട്ട് ഓയിൽ ചെയ്യാറുണ്ട്. അപ്പോഴും നല്ല ഹെവി ആയിട്ട് ചെയ്യാറുണ്ട്. അല്ലാണ്ട് അങ്ങനെ എല്ലാ ദിവസവും നന്നായിട്ട് ഓയിൽ ചെയ്യാറില്ല. എല്ലാ ദിവസവും ഓയിൽ കൊടുക്കും, പക്ഷെ ജസ്റ്റ് സ്കാൽപ്പിലും ഹെയറിൻ്റെ ടിപ്പിലും മാത്രമാണ് കാര്യമായിട്ട് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കാം ഓയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിത് തലയിൽ തേക്കാം കേട്ടോ. ആദ്യം ഹെയർ റൂട്ടിലാണ്, സ്കാൽപ്പിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ചെമ്പരത്തിത്താളി മറ്റുള്ള സാധനങ്ങളൊക്കെ തേക്കുന്നത് പോലെ ഇത് അരച്ച് പിഴിയാണ്ട് അങ്ങനെ ഉള്ളിയുടെ ആ ചവറുണ്ടല്ലോ, ചവറ് മീൻസ് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ചണ്ടി പോലത്തെ സാധനം, അതോടെ നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കണ്ണ് നേറും. അപ്പോൾ ഞാൻ ചില സാധനങ്ങളൊക്കെ അരച്ചിട്ട് തേങ്ങയും ഒക്കെ തലയിൽ തേക്കുന്ന സമയത്ത് അരച്ച് അതുപോലെ തേക്കാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ തേച്ചപ്പോൾ എനിക്ക് നല്ല പണി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പണ്ട് കുറേ മുന്നേ ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യണ സമയത്ത് തലയിൽ ഞാൻ അരിക്കാൻ മടിച്ചിട്ട് അരച്ച് അതുപോലെ തേച്ചു. കണ്ണ് നേറിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ആരും അത് ചെയ്യരുത്. ഉറപ്പായിട്ടും പുള്ളി അരച്ച് അതിൻ്റെ നീര് മാത്രം തലയിൽ തേക്കാം കേട്ടോ. അപ്പം അത്ര എരിച്ചിലും പുകച്ചിലൊന്നും വരില്ല. അങ്ങനെ നമുക്കറിയാലോ, ഉള്ളി അരിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നീറും. അപ്പോൾ അത് അരച്ച് അങ്ങനെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റിലുണ്ടാവും. ഇത് ജ്യൂസ് മാത്രം ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. മുടി നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ബാക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹെയറിനൊരു എന്താ പറയുക, ഒരു റിവേഴ്സ് മസാജും കിട്ടും. നല്ല ചൂടാണ് ഇവിടെ. ഞാൻ ഫാൻ ഓഫ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു, സോറി കേട്ടോ. അതിലെന്തെങ്കിലും, ഒന്നാമതേ നമ്മുടെ വീട് റോഡ് സൈഡാണ്, അപ്പോൾ വാഹനങ്ങളുടെ സൗണ്ട് തന്നെ നന്നായിട്ടുണ്ടാവും. ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് സാധാരണ വീഡിയോ എടുക്കാറ്. ചൂട് കാരണം ഞാനത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. നമ്മുടെ ഹെയറിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചിലവർ പെട്ടെന്ന് ഓടി പാർലറിൽ പോയിരുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതിലും നല്ലത് നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആദ്യം ആലോചിക്കുക. അതിന് ശേഷം പാർലറിലല്ല പോകേണ്ടത്, ശരിക്കും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാണ് വേണ്ടത്. ഏതെങ്കിലും നല്ല ട്രൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. പലരും പാർലറിൽ പോയിട്ട് സൊല്യൂഷൻ തരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ പാർലറിൽ എന്താ പറയുക, പ്രാക്ടീസിന് വേണ്ടി നിന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ. അവിടെ കൂടുതലും പാർലറിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അത് ഹെയർ ടെക്സ്ചർ മാറ്റാനും അതേപോലെ കുറച്ച് നാൾ ഭംഗിയിൽ കിടക്കാനൊക്കെ അങ്ങനത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നല്ലത് മാക്സിമം വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. എന്നിട്ട് മുടി കൊഴിച്ചിലും താരനും ഇതൊന്നും മാറുന്നില്ല. പിന്നെ പാർലറിൽ പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെർബൽ ട്രീറ്റ്മെൻറ്റുകളുണ്ട് കേട്ടോ, അതൊക്കെ നല്ലതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് നോക്കുക, എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ. എന്നിട്ട് ചെയ്തിട്ട് എന്താ പറയുക, റിസൾട്ടൊന്നും ഇല്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക, കൺസൾട്ട് ചെയ്യുക. അല്ലാണ്ട് പാർലറിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് നമ്മളായുള്ള ഹെയർ കളയുന്നതിനേക്കാളും വളരെ നല്ലത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഹെയർ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, മുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ. ഇങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്, അതേപോലെ ബോട്ടോക്സ് ചെയ്യുക, സ്മൂത്തനിങ് ചെയ്യുക, അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ മുടിയിൽ എന്തെങ്കിലും ആയി പോകുമെന്നുള്ള പേടി കാരണം ഞാൻ ചെയ്യാത്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഞാൻ കളർ ചെയ്തു. ഇത് കണ്ടോ, കളർ ചെയ്തായിരുന്നു. ഏട്ടൻ്റെ കല്യാണ സമയത്ത് ഞാൻ കളർ ചെയ്തതാണ്. ഞാൻ വെട്ടിയിരിക്കുകയാണ്. എന്താ പറയുക, ഹെയർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഹെയറിൽ എനിക്ക് തോന്നുന്നു ബോട്ടോക്സ്, കെരാറ്റിൻ, അതേപോലെ സ്മൂത്തനിങ് അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിൽ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ മുടിയിൽ ഭയങ്കരമായിട്ട് ആ ഭാഗം മാത്രം എനിക്ക് അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ അല്ലാത്ത ഹെയറും ആ ഭാഗത്തുള്ള ഹെയർ കുറച്ച് ഡ്രൈനെസ് കൂടുതലാണ്. അതുപോലെ അവിടുത്തെ മുടി ഇങ്ങനെ പൊട്ടി വരുന്നതും കാണാറുണ്ട്. പൊട്ടി പൊട്ടി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കുണ്ടായതാണ്. ഇനി എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചാൽ നല്ലത്.
അന്നെന്നോട് എല്ലാവരും പറഞ്ഞതാട്ടോ ഞാൻ കളർ ചെയ്യാൻ പോവാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, വെറുതെ വൃത്തികേടാവുന്നല്ല, മുടി കേടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ഇതിൽ ഞാൻ ചാടിക്കയറി പോയി ചെയ്തതാണ്. പക്ഷെ എനിക്കത് പണിയാണ് കിട്ടിയത്. നമ്മളങ്ങനെയാണല്ലോ, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അത് പണി കിട്ടി തന്നെ പഠിക്കണം എന്ന്. ഇത് തേച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും തലയിൽ വെക്കുക കേട്ടോ, കുറഞ്ഞത്. എത്ര വെക്കാൻ പറ്റുമോ അത്രയും വെക്കുക. നീരിറക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ വെള്ളം പോലത്തെ സംഭവങ്ങളൊക്കെ തേക്കുമ്പോൾ കുറച്ച് വെള്ളം വളരെ എത്രയും കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും കുറച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഹെയർ കെയറിൻ്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി കൊഴിയുന്നുണ്ട്. അത് കാരണമാണ് ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ കാണിച്ചിരുന്ന മുടി എത്ര ഉണ്ടായിരുന്നു എന്ന് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് കുറയുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ എത്രയേ ഉള്ളൂ മുടി വരുന്നത്. നല്ല കുറവ് വരുന്നുണ്ട്. ഹെയർ കെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമ വേണം നന്നായിട്ട്, എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. 2-3 ദിവസം ചെയ്തത് കൊണ്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ് നമ്മളത് പകുതി വഴിക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു ബെറ്റർ റിസൾട്ട് കിട്ടില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിച്ച് നമ്മൾ എല്ലാ ദിവസവും ഹെയർ കെയർ ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് മുടിയിൽ മാറ്റം വരുന്നുള്ളത് അനുഭവസ്ഥയാണ്. അപ്പോൾ അത് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കെട്ടി വയ്ക്കാം. ഇനി ഞാനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും തല കഴുകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയാണ്. അപ്പം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണം എന്നാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചാച്ചാ.